പി.വി. അൻവർ എം.എൽ.എക്കെതിരെ കുരുക്കുമുറുകുന്നു. പി.വി. അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള കക്കാടംപൊയിലിലെ പി.വി.ആർ നാച്ചുറോ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കാൻ കൂടരഞ്ഞി പഞ്ചായത്ത് നടപടികൾ തുടങ്ങി. അനധികൃത തടയണ പൊളിച്ചു നീക്കാൻ റീടെൻഡർ ക്ഷണിക്കാൻ ഭരണസമിതി യോഗം തീരുമാനിച്ചു. CPIM നേതൃത്വത്തിലുള്ള പഞ്ചായത്താണ് കൂടരഞ്ഞി. തടയണകൾ പൊളിക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ട് 8 മാസമായിട്ടും നടപടി എടുത്തിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നുമെതിരെയായി തുടർച്ചയായി രംഗത്ത് വന്നതിന് പിന്നാലെ അൻവർ എം.എൽ.എക്കെതിരെ നടപടികൾ തുടരുകയാണ്. അനധികൃതമായി ഫോൺ ചോർത്തിയെന്ന പരാതിയിൽ അൻവറിനെതിരെ ഇന്നലെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പി.വി.ആർ നാച്ചുറോ പാർക്കിലെ അനധികൃത തടയണ പൊളിക്കാനുള്ള നീക്കം പഞ്ചായത്ത് ശക്തമാക്കിയത്. തടയണ പൊളിച്ചു നീക്കണമെന്ന് ഇക്കഴിഞ്ഞ ജനുവരി 31-ന് ഹൈക്കോടതി ഉത്തരവിട്ടതാണ്. മുൻ നദീതട സംരക്ഷണ സമിതി ചെയർമാൻ TV രാജൻ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. എന്നാൽ തടയണ പൊളിച്ചു നീക്കാൻ നടപടിയുണ്ടായില്ല. മഴ സാധ്യത കണക്കിലെടുത്ത് തടയണ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് ജൂലൈ 31-ന് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗും ഉത്തരവിട്ടു. ഇതനുസരിച്ച് പഞ്ചായത്ത് ടെൻഡർ വിളിച്ചുവെങ്കിലും ആരും പങ്കെടുത്തിരുന്നില്ല. കൂടുതലൊന്നും ചെയ്യാൻ കഴിയില്ലെന്നായിരുന്നു പഞ്ചായത്തിന്റെ നിലപാട്. ഇതിനിടെ മലപ്പുറം ചീങ്കണ്ണിപ്പാലയിൽ അൻവർ കെട്ടിയ തടയണ പൊളിച്ചു നീക്കുകയും ചെയ്തു. കൂടരഞ്ഞി പഞ്ചായത്ത് മെല്ലെപ്പോക്ക് തുടർന്നതോടെ വിമർശനമുയർന്നു. എന്നാൽ അവിടെയും നടപടി ഉണ്ടായിരുന്നില്ല. മലപ്പുറം പോലീസിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പി.വി. അൻവർ CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ തുടർന്ന യുദ്ധത്തിന് തുടക്കമിട്ടത്. മുൻ SP സുജിത് ദാസിനും മലപ്പുറത്ത് നടക്കുന്ന സ്വർണം പൊട്ടിക്കലിൽ പങ്കുണ്ടെന്നായിരുന്നു ആരോപണം. ഇതിന് പിന്നാലെ ADGP PMR അജിത് കുമാറിനെതിരെയും അൻവർ രംഗത്തെത്തി. ADGP അജിത് കുമാർ കൊടും ക്രിമിനൽ എന്നായിരുന്നു വിമർശനം. തുടർച്ചയായി വാർത്താ സമ്മേളനം വിളിച്ചായിരുന്നു അൻവർ ആരോപണങ്ങൾ ഉന്നയിച്ചത്. അതേസമയം പി.വി. അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിനെത്തിയത് പ്രതീക്ഷിച്ചതിലേറെ. നിലമ്പൂർ ചന്തക്കുന്നിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ശ്രോതാക്കളായത് ആയിരങ്ങളായിരുന്നു. മുഖ്യമന്ത്രിക്ക് CPM-നുമെതിരെ കടുത്ത വിമർശനങ്ങൾ ഉന്നയിച്ച പത്രസമ്മേളനത്തിനിടെയാണ് ഞായറാഴ്ച നിലമ്പൂരിൽ പൊതുസമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞത്. ഇതൊരു തുടക്കമാണെന്നും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സമ്മേളനങ്ങൾ ജനങ്ങളുമായി സംസാരിക്കുമെന്നും അൻവർ വ്യക്തമാക്കി. തിങ്കളാഴ്ച കോഴിക്കോട്ടാണ് അടുത്ത സമ്മേളനം വെച്ചിരിക്കുന്നത്.